ടവറും കേബിളും ഇല്ലാതെ അതിവേഗ ഇന്റർനെറ്റും ഫോൺ സേവനവും ഉപഗ്രഹം വഴി നൽകുന്ന അമേരിക്കൻ കമ്പനി സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ കളം ഒരുങ്ങി. അമേരിക്കൻ വ്യവസായിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വലംകൈയുമായ ഇലോൺ മസ്കിൻ്റേതാണ് സ്റ്റാർലിങ്ക്. ലോകത്ത് 100-ലേറെ രാജ്യങ്ങളിൽ കമ്പനി ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകുന്നുണ്ട്. ആയിരക്കണക്കിന് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ഒരു ശൃംഖലയായി ഭ്രമണപഥത്തിൽ അണിനിരത്തിയാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. മരുഭൂമി, കടൽ, കൊടുങ്കാട്, ധ്രുവപ്രദേശം തുടങ്ങി ഭൂമിയിലെവിടെയും തടസ്സമില്ലാതെ വാർത്താവിനിമയം നടക്കുമെന്നതാണ് ഉപഗ്രഹ ഇന്റർനെറ്റിന്റെ പ്രത്യേകത. വേഗമാകട്ടെ ടവർ വഴിയുള്ള നെറ്റിനേക്കാൾ 20 മടങ്ങിലധികമായിരിക്കും. കാറ്റോ മഴയോ പ്രളയമോ കാട്ടുതീയോ ഒന്നും തന്നെ ഈ സേവനത്തിന് തടസ്സമാകില്ല. സ്റ്റാർലിങ്കിൻ്റെതായി 7000-ഓളം ഉപഗ്രഹങ്ങളാണ് ഇതിനായി ഭൂമിയെ ചുറ്റുന്നത്. ഇത് 40,000-ആക്കി ലോക വിപണി പിടിക്കാൻ തന്നെയാണ് മസ്കിന്റെ പുറപ്പാട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സാറ്റ്കോം ബിസിനസ് ലോകത്തെ വമ്പൻ ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ സാറ്റ്കോം ബിസിനസ് 2 കൊല്ലം കഴിഞ്ഞാൽ $25 ബില്യൺ KPMG പറയുന്നു. ടവർ വഴിയുള്ള ഇന്റർനെറ്റിനേക്കാൾ എത്രയോ മടങ്ങ് വേഗവും തടസ്സമില്ലാത്ത സേവനവുമാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് ബിസിനസിനെ അത്യാകർഷകമാക്കുന്നത്. നിലവിൽ BSNL 8 Mbps വേഗവും ജിയോ 18 മുതൽ 35 വരെ Mbps വേഗവുമാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ഉപഭോക്താവിന് കിട്ടുന്നത് അതിലൊക്കെ എത്രയോ കുറഞ്ഞ വേഗമാണ്. മാത്രമല്ല മഴ തടസ്സം വരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉപഗ്രഹ ഇന്റർനെറ്റ് വേഗം 25 Mbps തുടങ്ങി 220 Mbps വരെ ഉയരുന്നു. ലോകമൊട്ടാകെ 100 Mbps ശരാശരി വേഗം കിട്ടുന്നതായി സ്റ്റാർലിങ്ക് അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിലവിൽ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള വാർത്താവിനിമയം ടെലിവിഷൻ ചാനലുകൾക്ക് മാത്രമായി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ സേവനം പൊതുജനങ്ങൾക്കായി ഇന്ത്യ തുറന്നുകൊടുക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റാർലിങ്കിന്റെ രംഗപ്രവേശം. ഇന്ത്യയുടെ ബഹിരാകാശ നയത്തിൽ ഇത് സംബന്ധിച്ച് ഭേദഗതികൾ വരുത്തിയിരുന്നു. ഇന്ത്യ ലാൻഡ് ലൈൻ ഇന്റർനെറ്റ് സേവനം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത 1995 ശേഷം ഇതാദ്യമായാണ് ഇന്റർനെറ്റ് വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നത്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് എത്തിയിട്ട് 30 വർഷമായെങ്കിലും ഇന്നും ആകെ ജനസംഖ്യയിൽ പകുതി പേർക്കേ നെറ്റ് ലഭ്യമായിട്ടുള്ളൂ. 2014 ഇന്ത്യയിൽ 14% മാത്രമായിരുന്ന നെറ്റ് ഇപ്പോൾ 52% ഉയർന്നിട്ടുണ്ട്. ഇന്ന് വാർത്ത മുതൽ ഷോപ്പിങ്ങിന് വരെ നെറ്റ് അത്യാവശ്യമായിരിക്കെ പകുതിയോളം പേർക്ക് നെറ്റ് ലഭ്യമല്ലാത്ത അവസ്ഥ വൻ വിപണി സാധ്യത കൂടിയാണ് തുറക്കുന്നത്. ഇവിടേക്കാണ് സ്റ്റാർലിങ്ക് അടക്കമുള്ള സാറ്റ്കോം കമ്പനികളുടെ നോട്ടം. അതിവേഗമുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഇന്ത്യൻ സമൂഹം അതിൽ മോഹിതരായി വീഴുമെന്ന് സാറ്റ്കോം കമ്പനികൾ കണക്കുകൂട്ടുന്നു. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനവുമായി വിപണി പിടിക്കാൻ ആദ്യം കച്ചമുറുക്കി നിന്നത് മുകേഷ് അംബാനിയുടെ ജിയോയും സുനിൽ മിത്തലിന്റെ എയർടെല്ലുമായിരുന്നു. സ്റ്റാർലിങ്കിന്റെ പ്രവേശനത്തെ ശക്തമായി ചെറുക്കാൻ നിന്ന ഇതേ കമ്പനികളുമായി തന്നെ കൈകോർത്ത് സ്റ്റാർലിങ്ക് ഇന്ത്യൻ വിപണി പിടിക്കാൻ ഇറങ്ങുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഇരു കമ്പനികളും സ്റ്റാർലിങ്കുമായി കരാറുണ്ടാക്കിയെന്ന് പ്രഖ്യാപിച്ചെങ്കിലും എന്തടിസ്ഥാനത്തിൽ, എങ്ങനെ എന്ന് വ്യക്തമായിട്ടില്ല. ലഭ്യമായ വിവരമനുസരിച്ച് സ്റ്റാർലിങ്ക് സേവനത്തിന് വേണ്ട ഉപകരണങ്ങളുടെ വിൽപ്പന, ഇൻസ്റ്റലേഷൻ, കസ്റ്റമർ സർവീസ്, ആക്ടിവേഷൻ തുടങ്ങിയവ ജിയോയ്ക്കും എയർടെല്ലിനും ആയിരിക്കും. ജിയോ ആകട്ടെ ജർമ്മൻ ഉപഗ്രഹ സേവന ദാതാക്കളായ SESുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹ ശൃംഖലയുണ്ടാക്കി നെറ്റ് സേവനം ലഭ്യമാക്കാൻ കരാർ ഉണ്ടാക്കിയ കമ്പനിയാണ്. സുനിൽ മിത്തലിന്റെ എയർടെൽ യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന യൂടെൽ സാറ്റ് വൺവെബുമായാണ് കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. 700ഓളം ഉപഗ്രഹങ്ങളുള്ള വൺവെബിനായി 60-ലേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ISROയുടെ ശ്രീഹരിക്കോട്ട കേന്ദ്രത്തിൽ നിന്നായിരുന്നു. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ നേർ എതിരാളിയാണ് യൂറോപ്പിൽ വൺവെബ്. സ്ഥിതി ഇങ്ങനെയായിരിക്കെയാണ് ഇലോൺ മസ്ക് സുനിൽ മിത്തലിന്റെയും മുകേഷ് അംബാനിയുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. ലൈസൻസിലൂടെ ഉപഗ്രഹ ഇന്റർനെറ്റ് സ്പെക്ട്രത്തിന് ഇന്ത്യ അനുവാദം നൽകണമെന്ന് സ്റ്റാർലിങ്ക് ആവശ്യപ്പെട്ടപ്പോൾ അത് പാടില്ലെന്നും ടെലികോം സ്പെക്ട്രം പോലെ ലേലം ചെയ്യുകയേ പാടുള്ളൂ എന്നുമായിരുന്നു അംബാനിയുടെയും മിത്തലിന്റെയും നിലപാട്. ഇതായിരുന്നു സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലെ എൻട്രിക്ക് മുഖ്യ തടസ്സം. 20 വർഷത്തെ ടെലികോം സ്പെക്ട്രത്തിനായി 10,000-കണക്കിന് കോടി മുടക്കിയിട്ടുണ്ട് മുകേഷും മുത്തലും. ആ മുടക്കുമുതൽ തിരികെ കിട്ടും മുമ്പേ ലൈസൻസിലൂടെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിച്ചാൽ തങ്ങളുടെ കഥ കഴിഞ്ഞുവെന്ന് ഇരുവർക്കും മനസ്സിലായി. എന്നാൽ ആ കണക്കൂട്ടലിൽ
മാറ്റം വന്നോ എന്നിപ്പോൾ വ്യക്തമല്ല. അതേസമയം ഒരു കാര്യം വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും ഇലോൺ മസ്കിനെയും സന്ദർശിച്ചതിന് പിന്നാലെയാണ് മുകേഷ് അംബാനിയും സുനിൽ മിത്തലും നിലപാട് മാറ്റിയത്. മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റിന് ലേലം വേണ്ട, പകരം ലൈസൻസ് മതി എന്ന നിലപാടിലേക്ക് ഇരുവരും മയപ്പെട്ടു. ഇങ്ങനെ മയപ്പെടാൻ ഇരുവരെയും നിർബന്ധിതരാക്കുന്ന തരത്തിൽ മോദിയെ ട്രംപ് വശീകരിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഉക്രൈനിലെ ധാതുഖനി അമേരിക്കയ്ക്ക് കൈമാറിയില്ലെങ്കിൽ ഉക്രൈൻ സൈന്യത്തിന്റെ സ്റ്റാർലിങ്ക് സേവനം നിർത്തുമെന്ന് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിരട്ടിയതുപോലെയാണിതെന്നും കോൺഗ്രസ് ആക്ഷേപിക്കുന്നു. സ്റ്റാർലിങ്കിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്ന് ട്വീറ്റ് ചെയ്ത കേന്ദ്ര റെയിൽ വാർത്താവിനിമയ IT മന്ത്രി അശ്വിനി വൈഷ്ണവ് കോൺഗ്രസിന്റെ ആക്ഷേപം കേട്ടതിന് പിന്നാലെ ട്വീറ്റ് പിൻവലിക്കുകയും ചെയ്തു. സ്റ്റാർലിങ്കുമായി ജിയോയും എയർടെല്ലും കരാറിൽ ഏർപ്പെട്ടെങ്കിലും അതിന് ടെലികോം അതോറിറ്റിയുടെ അംഗീകാരം ഉണ്ടെങ്കിലേ മുന്നോട്ടുള്ള യാത്രയുള്ളൂ. അങ്ങനെ അംഗീകാരം കൊടുക്കണമെങ്കിൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ കൺട്രോൾ സെന്റർ തുറക്കണം. അതായത് ഉപഭോക്താവിന്റെ കോളും ഡാറ്റയും നേരെ ഉപഗ്രഹത്തിലേക്ക് പോകാൻ പാടില്ല. പകരം കൺട്രോൾ സെന്ററിൽ വന്ന ശേഷമേ ഉപഗ്രഹത്തിലേക്ക് പോകാൻ പാടുള്ളൂ. തിരിച്ച് ആയാലും അങ്ങനെ തന്നെ. തന്ത്രപ്രധാന മേഖലകളിൽ ക്രമസമാധാന പാലനത്തിനായി വാർത്താവിനിമയം റദ്ദാക്കാൻ ഈ കൺട്രോൾ സെന്റർ കേന്ദ്ര സർക്കാരിന് അത്യാവശ്യമാണ്. മാത്രമല്ല IB പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നിരീക്ഷിക്കാനും ഈ സെന്റർ കൂടിയേ തീരൂ. ഒരാൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് വിളിക്കുകയാണെങ്കിലോ തിരിച്ചു വിളി വരികയാണെങ്കിലോ കൺട്രോൾ സെന്റർ അറിഞ്ഞേ തീരൂ എന്നർത്ഥം. അല്ലാതെ ഉപഭോക്താവിന് നേരിട്ട് ഉപഗ്രഹവുമായി ബന്ധം സ്ഥാപിക്കാനാവില്ല. ഈ നിബന്ധനകൾ മാത്രമല്ല, സ്റ്റാർലിങ്കിന്റെ ഉപകരണത്തിന്റെ വിലയും മാസവരിയും വളരെ ഉയർന്നതാകയാൽ ഇന്ത്യൻ വിപണി പെട്ടെന്ന് പിടിക്കാനുമാകില്ല. ഉപഗ്രഹ സേവനം കിട്ടാൻ വീടിന് മുകളിൽ പിടിപ്പിക്കേണ്ട സ്റ്റാർലിങ്ക് ഉപകരണത്തിന് നിലവിൽ 30,000 രൂപ വരെ വിലയുണ്ട്. മാസവരി 7,000 വരെ. ഇന്ത്യയിൽ ശരാശരി 700 രൂപ മുതൽ 1,500 വരെയാണ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ വരിസംഖ്യ. അപ്പോൾ മസ്കിനെ കേന്ദ്രം സഹായിച്ചാലും ജനം പെട്ടെന്ന് കൈകൊടുക്കില്ലെന്നർത്ഥം. എന്നിരിക്കലും ഉപഗ്രഹ ഇന്റർനെറ്റിൻ്റെതാണ് ഭാവി എന്നതിൽ സംശയമില്ല.